ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഇപ്പോൾ വചനം കേൾക്കാൻ വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയിരിക്കുക. വചനം കേൾക്കാനായി. അപ്പോൾ ഈ വചനം കേൾക്കാനായി ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വചനത്തിനോടുള്ള ഒരു അടങ്ങാത്ത സ്നേഹമുണ്ടല്ലേ. അതുകൊണ്ടാണ് ഈ സന്ധ്യാസമയത്ത് ഇത്ര സമയമായിട്ടും നിങ്ങളിവിടെ ഇനി ആയിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം അറിയാനുള്ള ഒരാഗ്രഹമുണ്ട്, ഒരു വലിയ സ്വപ്നമുണ്ട്. കർത്താവിൻ്റെ വചനം എനിക്ക് ലഭിക്കണം, അത് മാത്രമാണ് എനിക്ക് സൗഖ്യം തരുന്നത്, എനിക്ക് ആശ്വാസം പകരുന്നതെന്ന് ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ്, ആ വചനത്തെ അറിയാനാണ് നിങ്ങളിവിടെ ആയിരിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനം ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. The word which I spoke, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. കർത്താവിൻ്റെ വചനം എന്നെയും നിങ്ങളെയും ജീവിതത്തിൽ ശുദ്ധി തരുന്ന ഒരനുഭവമാണ്. വീണ്ടും വെളിപാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനം. ഒരുപക്ഷെ ചിലപ്പം ഈ വാക്കുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വ്യത്യാസമായിരിക്കും. ബൈബിൾ ചില അധ്യായങ്ങളും വാക്കുകളും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കേട്ടോ. സത്യവേദ പുസ്തകമല്ലേ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നേ അല്ലേ? അപ്പോൾ ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ കേട്ടോ. വെളിപാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനം. പത്മോസിലായിരിക്കുന്ന യോഹന്നാൻ ശ്ലീഹ അവൻ്റെ 7 സഭകളെക്കുറിച്ച്, എഫേസോസിലുള്ള 7 സഭകളെക്കുറിച്ചുള്ള ഒരു വലിയ ധ്യാനത്തിലായിരിക്കുമ്പോൾ, അവനെ നാട് കടത്തി പത്മോസിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദിനത്തിൽ, 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഇങ്ങനെയാണ്, കർത്താവിൻ്റെ ദിനത്തിൽ, കർത്താവിൻ്റെ ദിനം ഏതാണ്? ഞായറാഴ്ച. കർത്താവിൻ്റെ ദിനം ഞായറാഴ്ച. ദൈവാരാധനയിൽ ആത്മാവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ ഈ 7 സഭകളും, എഫേസോസിലുള്ള 7 സഭകളിലും ആത്മാവിൽ യോഹന്നാൻ പങ്കെടുത്തുകൊണ്ടിരിക്കെ പത്മോസിലായിരിക്കുമ്പോൾ, പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ, 1-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനം, യോഹന്നാന് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടാകും. 1-ാമത്തെ വെളിപാട്, ദ ഫസ്റ്റ് റെവലേഷൻ ജോൺ റിസീവ്ഡ്. വിശുദ്ധ യോഹന്നാൻ ലഭിക്കുന്ന 1-ാമത്തെ വെളിപാട് എന്നാണെന്നറിയാമോ? ഇല്ലയോ യോഹന്നാനെ, ഈ പ്രവചന ഗ്രന്ഥത്തിലെ കാര്യങ്ങൾ വായിക്കുന്നവര്, ഇത് കേൾക്കുന്നവര്, ഇത് പാലിക്കുന്നവര് അനുഗ്രഹീതർ. യോഹന്നാനോട് പറയുകയാണ്, സ്വർഗത്തിൻ്റെ വെളിപാട് പത്മോസിലായിരിക്കുന്ന യോഹന്നാൻ ഉണ്ടായിട്ട് യോഹന്നാനോട് പറയുകയാണ്, അല്ലയോ യോഹന്നാനെ, ഈ പ്രവചന ഗ്രന്ഥത്തിലെ കാര്യങ്ങൾ വായിക്കുന്നവര്. ഏതാണ് ആ പ്രവചന ഗ്രന്ഥം? ഏതാണ് ആ പ്രവചന ഗ്രന്ഥം? വിശുദ്ധ വേദ പുസ്തകം. വിശുദ്ധ വേദ പുസ്തകമാണ് ആ പ്രവചന ഗ്രന്ഥം. എൻ്റെയും നിങ്ങളുടെയും വീടുകളിൽ അതൊരു ഷോക്കേസിൽ എടുത്ത് മാറ്റി വെക്കേണ്ട ഒരു ഗ്രന്ഥമല്ല, മറിച്ച് ഇടതടവില്ലാതെ ധ്യാനപൂർവം വായിക്കേണ്ടതും ആശ്വാസം കണ്ടെത്തേണ്ടതും ഈ വേദപുസ്തകത്തിൽ നിന്ന്. അതുകൊണ്ടാണ് സങ്കീർത്തനം 56 പറയുക, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീര് ഞാൻ എൻ്റെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും ഈ കാലഘട്ടത്തിൽ ആശ്വാസം കിട്ടാനായി വിവിധ ഇടങ്ങളിൽ ഓടി നടക്കുന്നവരാണ്. വിവിധ ഇടങ്ങളിൽ എവിടെ ആശ്വാസം കിട്ടുമെന്ന് അറിഞ്ഞിങ്ങനെ വിവിധ ഇടങ്ങളിൽ ഓടി നടക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കും ബോധ്യം ഉണ്ടാകണം, ദൈവത്തിൻ്റെ വചനം നൽകുന്നത്ര ആശ്വാസം മറ്റൊന്നിനും തരാൻ സാധ്യമല്ല. അപ്പം എൻ്റെ കയ്യിൽ കർത്താവിൻ്റെ വചനമുണ്ട്, അതെന്നെ ആശ്വസിപ്പിക്കുന്ന പുസ്തകമാണ്, എന്നെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് ഈ വചനം വീട്ടിൽ സന്ധ്യാസമയത്ത് പ്രാർത്ഥനയിൽ വായിക്കണമെന്ന് നിർബന്ധപൂർവം പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചു. നമ്മുടെ ഒരു പാരമ്പര്യത്തിൽ നിർബന്ധപൂർവം സന്ധ്യാസമയത്ത് വേദപുസ്തകം വീട്ടിൽ വായിക്കണമെന്ന് പറയാൻ കാരണം, നീ വീട്ടിൽ വേദപുസ്തകം വായിക്കുമ്പോൾ, തിരുവചനം വായിക്കുമ്പോൾ യോഹന്നാന് കിട്ടിയ 1-ാമത്തെ വെളിപാട് നീ അനുഗ്രഹിക്കപ്പെടും. യു വിൽ ബി ബ്ലെസ്ഡ് വെൻ യു റീഡ് ദിസ് ബുക്ക്. നീ ദൈവത്തിൻ്റെ വചനം വീട്ടിൽ വായിക്കുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. അവിടെ കൊണ്ട് തീർന്നില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ ജീവിത പങ്കാളി വചനം വായിക്കാൻ താല്പര്യമില്ലാത്തതാണെങ്കിൽ, എൻ്റെ മകനും മകളും വചനം വായിക്കുന്നില്ലെങ്കിൽ, എൻ്റെ അയൽപക്കത്തുള്ള ആള് വചനം കേട്ടിട്ടില്ലെങ്കിൽ, വായിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ തിരുവചനം വായിക്കുമ്പോൾ അത് കേൾക്കുന്ന വഴി അവരും അനുഗ്രഹിക്കപ്പെടും. ഇനി ക്രിസ്ത്യാനിക്ക് ഒരു മാൻഡേറ്റ് കൂടിയുണ്ട്. വായിച്ചാൽ പോരാ, കേട്ടാൽ പോരാ, പിന്നെ എന്നാ ചെയ്യണം? യു ഷുഡ് ഫോളോ ദി വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം പാലിക്കാൻ തയ്യാറാകണം. അപ്പോൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ ഇടതടവില്ലാതെ നിരന്തരം നടന്നുകൊണ്ടിരിക്കണം. ദൈവത്തിൻ്റെ വചനം വായിക്കണം, ദൈവത്തിൻ്റെ വചനം കേൾക്കണം, ദൈവത്തിൻ്റെ വചനം
പാലിക്കണം. അപ്പം അതുകൊണ്ട് അച്ഛൻ ആദ്യം ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവിൻ്റെ വചനം കരങ്ങളിൽ കൊണ്ടു നടക്കാനും ഇടതടവില്ലാതെ വായിക്കാനും പ്രാർത്ഥനയോടെ വിചിന്തനം ചെയ്യാനും എനിക്ക് നിങ്ങൾക്കും ഒരു വലിയ കടമയുണ്ട്. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾ അങ്ങനെ ഒരു നോമ്പിൻ്റെ ഒരു കാലഘട്ടത്തിലാണ്. സഭയിൽ 50 നോമ്പിൻ്റെ ഒരു കാലഘട്ടത്തിൽ കർത്താവിനോട് ചേർന്ന് ഗോകുൽത്തായിൽ അവൻ്റെ പീഡാസഹനങ്ങളോട് ചേർന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ ചേർത്ത് വെക്കുകയും വെള്ളിയാഴ്ച അവനോട് ചേർന്ന് ക്രൂശിക്കപ്പെടുകയും അവനോട് ചേർന്ന് ഉയർപ്പിൻ്റെ മഹത്വം അറിയുകയും ചെയ്യാൻ പ്രാർത്ഥനയോടെ സഭ 50 ദിവസം എന്നെയും നിങ്ങളെയും ഒരുക്കുന്ന തപസ്സിൻ്റെ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഒരു പക്ഷേ കുറേ കൂടി പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്ന ഒരു കാലഘട്ടം, നോമ്പിൻ്റെ കാലഘട്ടം കുറേ കൂടി പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഒരല്പസമയം നിങ്ങളോട് പ്രാർത്ഥനയെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് ആത്മാവിൽ ആഗ്രഹിക്കുക. പ്രാർത്ഥന നമുക്കങ്ങനെ പുതുതായിട്ട് കേട്ട വാക്കൊന്നുമല്ല, ആണോ? അല്ല, അച്ഛന്മാർ മിക്കതും പറയുന്നത് പ്രാർത്ഥനയെക്കുറിച്ച് തന്നെയായിരിക്കും അല്ലേ? ഞായറാഴ്ചകളിലുള്ള പ്രസംഗങ്ങളിലാകട്ടെ അല്ലെങ്കിൽ വാർഡ് കൺവെൻഷനുകളാകട്ടെ ഒക്കെ പറയുന്നത് ഈ പ്രാർത്ഥനയെക്കുറിച്ച് തന്നെയായിരിക്കും. ഒരു പക്ഷേ ഈ പ്രാർത്ഥനയെക്കുറിച്ച് കേട്ട് 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 ഞാനും നിങ്ങളും മടുക്കുന്ന ഒരു സാഹചര്യം വരെ ജീവിതത്തിലുണ്ടാകും. എപ്പോൾ കണ്ടാലും അച്ഛന്മാരെ കാണുമ്പോൾ നിങ്ങൾ 5 ലക്ഷം രൂപ കടം ചോദിക്കുമോ പ്രാർത്ഥിക്കണമെന്ന് പറയുമോ? എന്നതാ കൂടുതൽ പറയുന്നേ? പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നല്ലേ? അല്ലെ തിരിച്ച് അച്ഛന്മാർ നിങ്ങളോടാണെങ്കിലും പ്രാർത്ഥിക്കണമെന്നാണ് പറയുക. കാരണം ആ വാക്ക് എന്നെ നിങ്ങളെയും കേട്ട് 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 ഇങ്ങനെ ഹൃദയത്തിനോട് ഇങ്ങനെ ചേർത്ത് വെച്ച് പോയി. ഇന്ന് അച്ഛനും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ്. പ്രാർത്ഥനയുടെ ഒരു ബലത്തെക്കുറിച്ചാണ്. ആത്മാവിൽ ഒരുവൻ്റെ പ്രാർത്ഥന അവൻ്റെ ജീവിതത്തെ എപ്രകാരം മാറ്റുമെന്നൊരു ബോധ്യത്തിനെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഈശോ ആഗ്രഹിക്കുക. നമ്മളിന്ന് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും അത് സംസാരിക്കുക. വേദപുസ്തകം തുറന്ന് വേദപുസ്തകത്തിലൂടെ ആയിരിക്കും ഞാൻ നിങ്ങളും ഇന്ന് പ്രാർത്ഥനയെക്കുറിച്ച് കുറേ കൂടി ഗൗരവമായിട്ട് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുക. പക്ഷേ ഏറ്റവും പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ പ്രാർത്ഥിക്കുന്നവരാ അല്ലേ? പ്രാർത്ഥിക്കുന്നവരല്ലേ? ഉറക്കെ പറയാണോ? ആന്നു അല്ലേ? എല്ലാ ദിവസവും വീട്ടിൽ പ്രാർത്ഥിക്കുന്നവർ കൈപൊക്കി. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവർ ഒത്തിരി പേരുണ്ടല്ലേ? എല്ലാ ദിവസവും. അടുത്ത ചോദ്യം, എല്ലാ ദിവസവും മുടങ്ങാതെ കൃത്യസമയത്ത് പ്രാർത്ഥിക്കുന്നവർ കൈപൊക്കി. സത്യം പറയണം, കള്ളം പറയരുത്. അപ്പം കുറേ പേരുടെ കൈ താന്നല്ലേ? ഇനി മൂന്നാമത്തൊരു ചോദ്യം, എല്ലാ ദിവസവും മുടങ്ങാതെ കൃത്യസമയത്ത് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ കൈപൊക്കി. ആദ്യം കുറഞ്ഞതിനെ പൊങ്ങിയതിനെക്കാട്ടിൽ നമ്മുടെ കൈ താന്നല്ലേ? അപ്പം നമ്മുടെ പ്രാർത്ഥനകൾ പല വിധമാണ്. കോഴിക്കോട്ടിൽ കയറുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടാകും. കുളിക്കാൻ ബാത്റൂമിൽ നിൽക്കുന്ന ഷവർ ഓണാക്കി വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടാകും. അടുക്കളയിൽ മീൻ വറുത്തോണ്ട് നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടാകും അല്ലേ? അങ്ങനെ പലവിധ സിറ്റൗട്ടിലിരുന്ന് കൊതുകിനെ തല്ലുന്ന കൂട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില അച്ഛന്മാർ സിറ്റൗട്ടിലേ ഇരിക്കാറുള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട് ചില സിറ്റൗട്ടിലിരുന്നാണ് അവരുടെ പ്രാർത്ഥന. അകത്ത് പ്രാർത്ഥന നടക്കുമ്പോൾ പുറത്ത് കൊതുകിനെ തല്ലിക്കൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യം നമ്മുടെ നാട്ടിൽ ഉണ്ട്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് നമുക്ക് പലവിധ സ്റ്റൈലുകളുണ്ട്. ഞാൻ നിങ്ങളെല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്. ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നേ? എന്തിനു വേണ്ടി നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നേ? സത്യസന്ധമായിട്ട് പറയണം, നമ്മൾ എന്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നേ? എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ് എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന അല്ലേ? ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കർത്താവിനെ മുമ്പോട്ട് വെച്ചിട്ട് അതിന്മേലാണ് എൻ്റെയും നിങ്ങളുടെയും സ്വപ്നവും എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയും. അതുകൊണ്ട് തന്നെ ഈ ആവശ്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയുടെ ബലവും പലപ്പോഴും കുറയും. സഭാപിതാക്കന്മാർ എനിക്കും നിങ്ങൾക്കും 7 യാമങ്ങളിൽ പ്രാർത്ഥിക്കണമെന്ന് എന്നെ നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു പാരമ്പര്യത്തിൽ 7 യാമങ്ങളിൽ മുടങ്ങാതെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഓരോ യാമത്തെയും ഓരോ സമയത്തെയും വിശുദ്ധീകരിക്കുന്ന യാമപ്രാർത്ഥനകൾ സഭയിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ പ്രാർത്ഥനകളെല്ലാം തന്നെ എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ എന്തെങ്കിലുമൊക്കെ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യമല്ല, മറിച്ച് എൻ്റെ ആത്മാവിൽ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് ഞാനും ദൈവവുമായുള്ളൊരു വ്യക്തിബന്ധം ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്, രൂപീകരിക്കാൻ വേണ്ടിയാണ് എൻ്റെ പ്രാർത്ഥന. കർത്താവിന് നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ടോ? സ്വർഗത്തിലെ ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ടോ?
ഇല്ല, സത്യത്തിൽ ആവശ്യമില്ല. പിന്നെ ഞാനും നിങ്ങളും ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണമെന്ന് ഈശോ പഠിപ്പിക്കാൻ കാരണം എന്നാണ്? ഈ പ്രാർത്ഥനയിലാണ് ഞാനും എൻ്റെ ദൈവവുമായുള്ള ബന്ധം ബലപ്പെടും. അതുകൊണ്ടാണ് വചനം പറയുക, എല്ലാ അത്ഭുതങ്ങളും കാണിച്ചിട്ട് രാത്രിയിൽ ഏകാന്തതയിൽ മലയുടെ മുകളിൽ അവനവൻ്റെ അപ്പനുമായി സംസാരിക്കുവാൻ പ്രാർത്ഥനയിലായിരിക്കാൻ പോയി. ഈശോ പ്രാർത്ഥിക്കാൻ പോകുന്നത് അവൻ്റെ അപ്പനുമായുള്ളൊരു ബന്ധം മുറിയപ്പെടാതിരിക്കാൻ വേണ്ടി. എൻ്റെയും നിങ്ങളുടെയും ഭവനത്തിലെ പ്രാർത്ഥന, എൻ്റെയും നിങ്ങളുടെയും വ്യക്തിജീവിതത്തിലെ പ്രാർത്ഥന ഒന്നാമതായിട്ട് ദൈവവുമായുള്ള ബന്ധം മുറിഞ്ഞു പോകാതിരിക്കാനുള്ള ഒരു വഴിയായിട്ട് വേണം എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയെ ഞാനും നിങ്ങളും കണ്ടെത്താൻ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്നാ ഗുണമെന്നറിയാമോ? കാര്യം കിട്ടിയില്ലെങ്കിലും കാര്യം സാധിച്ചില്ലെങ്കിലും എനിക്ക് നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവുകയില്ല, നിരാശ വരികയില്ല. കാരണം അനുദിന പ്രാർത്ഥനയിൽ ഞാനും ദൈവവുമായുള്ള ബന്ധം വർദ്ധിക്കുന്നുണ്ട്. ബന്ധം വർദ്ധിക്കുമ്പോൾ കൊടുങ്കാറ്റടിച്ചാൽ, പേമാരി ഊതിയാൽ, ഈ പാറമേലാഞ്ഞടിച്ചാലും ഈ ഭവനം തകരുകയില്ല. കാരണം അത് പണിയപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേലാണ്. പ്രാർത്ഥനയാണ് ഒരുവന്റെ ജീവിതത്തെ ക്രിസ്തുവാകുന്ന അടിസ്ഥാന ശിലമേൽ അവൻ്റെ ഭവനം, അവൻ്റെ വ്യക്തി ജീവിതത്തെ പണിതുയർത്താൻ അവനെ ബലപ്പെടുത്തുന്നത് വ്യക്തിപരമായ അവൻ്റെ പ്രാർത്ഥന. അപ്പം അതുകൊണ്ടാണ് ഇന്ന് ഈ പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാം എന്ന് കരുതിയത്. പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകം, 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യമാണ് നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് എടുക്കുക. രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 19-ാം അധ്യായം നമ്മൾ പഴയ നിയമത്തിലേക്ക് എടുക്കുമ്പോൾ അതിനകത്ത് ഒരു കഥ പോലെ അച്ഛൻ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഒരു കഥ പോലെ അച്ഛനത് പറഞ്ഞ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തരാം. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 19-ാം അധ്യായം 1 മുതലുള്ള വാക്യമാണ്. രാജാക്കന്മാരുടെ പുസ്തകം നമ്മുടെ സത്യവേദ പുസ്തകത്തിലും അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? രാജാക്കന്മാരുടെ പുസ്തകം ഇത് എഴുതപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ട്, എഴുതപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്, ഒരു ചരിത്രമുണ്ട്. ബൈബിള് പലപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമാകണം. ഈ വേദപുസ്തകം എഴുതിയത് സഭയിലാണ്, സഭയ്ക്ക് പുറത്തല്ല. സഭയിലാണ് ദൈവത്തിൻ്റെ വചനം നൽകപ്പെട്ടത്. ചില വിശ്വാസങ്ങൾ അകന്നു പോകാനും മാറി നിൽക്കാനുമുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വേദപുസ്തകത്തെ സഭയ്ക്ക് പുറത്ത് കണ്ടതുകൊണ്ടാണ്. സഭയ്ക്കുള്ളിലാണ് കർത്താവിൻ്റെ വചനം, സഭയ്ക്കുള്ളിലാണ് നൽകപ്പെട്ടത്. അപ്പം അങ്ങനെ നൽകപ്പെട്ട ദൈവത്തിൻ്റെ വചനം എഴുതപ്പെട്ട ഒരു കാലഘട്ടമുണ്ട്, ഒരു ചരിത്രമുണ്ട്, അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. വചനം എഴുതപ്പെടാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. രാജാക്കന്മാരുടെ പുസ്തകം എഴുതപ്പെടുന്നത് ചരിത്രപരമായി ഇസ്രായേൽ മക്കൾ, ശ്രദ്ധിച്ചു കേൾക്കണം, ഇസ്രായേൽ മക്കൾ എല്ലാം ആരംഭിക്കുന്നത് 70 വയസ്സുള്ള ഒരു മനുഷ്യനെ അതിരാത്രി ദൈവം വിളിച്ചുണർത്തി. അബ്രാം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൽ അതിരാത്രി ഉറങ്ങിക്കിടന്ന വിജാതീയനായ അബ്രാം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വിളിച്ചുണർത്തി. അവൻ അബ്രഹാം എന്ന് പേര് നൽകി. ഞാൻ പറയുന്ന ദേശത്തേക്ക് നീ പോകണം, നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കി മാറ്റുമെന്ന് ദൈവം കൊടുത്ത വാഗ്ദാനത്തിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന വാഗ്ദാനത്തിൻ്റെ സന്തതികളുടെ ചരിത്രം ആരംഭിക്കുക. അല്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ചരിത്രം ആരംഭിക്കുന്നത് അബ്രഹാമിലൂടെയാണ്. ദൈവത്തിൻ്റെ മക്കളുടെ ചരിത്രം ആരംഭിക്കുന്നത് അബ്രഹാമിലൂടെയാണ്. അവിടുന്ന് അബ്രഹാമിനെ വിളിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നൊരു ദൈവം ഇസഹാക്കിലൂടെ, യാക്കോബിലൂടെ. യാക്കോബിന് എത്ര മക്കൾ? 13 മക്കൾ. ശരിയാണോ? 13 മക്കളിലൂടെ 12 ഗോത്രങ്ങളായി യാക്കോബിൻ്റെ മക്കളെ ഈജിപ്തിലേക്ക് എത്തിക്കുന്ന ദൈവം. എന്നാൽ ഫറവോയുടെ അടിമത്തത്തിൽ പിന്നീടുള്ള 400 വർഷക്കാലം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ ദൈവത്തിൻ്റെ മക്കളായിരിക്കുമ്പോൾ 400 വർഷങ്ങൾക്ക് ശേഷം മോശ എന്ന് പറയുന്ന ഒരു മനുഷ്യനിലൂടെ, ഒരു വിക്കനായ സാധാരണക്കാരനായ ഒരു മനുഷ്യനിലൂടെ ഹോറേബ് മലയിൽ കത്തിയമരുന്ന മുൾപ്പടർപ്പിന്മേൽ ദൈവം വെളിപ്പെട്ടിട്ട് തൻ്റെ മക്കളെ വീണ്ടും വാഗ്ദാനത്തിന് നാട്ടിലേക്ക് എത്തിക്കുവാൻ സാധാരണക്കാരിൽ സാധാരണക്കാരനായ നിസ്സാരക്കാരനായ ഒരു പാവപ്പെട്ട മനുഷ്യനിലൂടെ തൻ്റെ 40 ലക്ഷം വരുന്ന ജനങ്ങളെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദാന നാട്ടിലേക്ക്
മോശയും അഹറോനും ചേർന്ന് കൊണ്ടുവരുന്ന ചരിത്ര സംഭവം. പുറപ്പാട് പുസ്തകം ആരംഭിച്ച് മുന്നോട്ട് വരുമ്പോൾ 12-ാം അധ്യായം 13-ാം അധ്യായം എത്തിക്കഴിയുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി ഒരു ദൈവം തൻ്റെ ജനത്തെ വഴി നടത്തുവാൻ അവരുടെ മുൻപിൽ ഉണ്ടായിരുന്നു. രാത്രി 70 വയസ്സുള്ള ഒരു അപ്പച്ചനെ വിളിച്ചുണർത്തി തൻ്റെ ചരിത്രം ആരംഭിച്ച ദൈവം ഇന്ന് പുറപ്പാടിൻ്റെ 13-ലെത്തുമ്പോൾ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി തൻ്റെ മക്കൾക്ക് മുമ്പിൽ ഇങ്ങനെ നിൽക്കും. 14-ാം അധ്യായം എത്തിക്കഴിയുമ്പോൾ ചെങ്കടലിന് മധ്യേ ആ തീരത്ത് ആർത്തിരമ്പി വരുന്ന ചെങ്കടല് മുമ്പിൽ, പുറകിൽ ആർത്തട്ടഹസിച്ച് വരുന്ന ഫറവോയുടെ പടയാളികൾ. അന്നത്തോളം ഇസ്രായേൽ മക്കൾ കാണാത്ത അത്ഭുതം. തൻ്റെ വിശ്വാസമാകുന്ന വടി ഉയർത്തി ചെങ്കടലിനെ ആക്രോശിച്ച് ചെങ്കടൽ വറ്റിച്ചുണക്കിയ നിലത്തിലൂടെ തൻ്റെ മക്കളെ കാനാൻ നാട്ടിലേക്ക് എത്തിക്കുന്ന അത്ഭുതകരമായ കരമുള്ള യഹോവയായ ദൈവത്തെ അന്നോളം കാണാത്തൊരു ജനം അന്ന് കണ്ട് ബോധ്യപ്പെടും. 40 വർഷക്കാലമുള്ള മരുഭൂമി യാത്രയിൽ പലയിടങ്ങളിൽ വെച്ച് ഈ ദൈവത്തിൻ്റെ ജനം ഈ ദൈവത്തെ തള്ളിക്കളയുന്നത് ഞാനും നിങ്ങളും കാണും. സീനായ് മലയുടെ താഴ്വാരത്തിലെത്തിക്കഴിയുമ്പോൾ കാളക്കുട്ടിയെ ആരാധിക്കാൻ വ്യഗ്രതപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ ജനത്തെ ഞാനും നിങ്ങളും കാണുന്നുണ്ട്. മോശ വരാൻ വൈകിക്കഴിയുമ്പോൾ കാളക്കുട്ടിയെ ആരാധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ജനത്തെ ഞാനും നിങ്ങളും കാണുന്നുണ്ട്. എൻ്റെയും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ലഭിക്കാതെ വരുമ്പോൾ പലതിൻ്റെയും പുറകെ ഓടുന്നതിൻ്റെ സൂചനയാണ് പ്രിയമുള്ളവരെ. ദൈവത്തെ മറന്നു പോകുന്നതിൻ്റെ സൂചനയാണ്. അവിടുന്ന് കർത്താവ് അവരോട് ക്ഷമിച്ച് അവരെ വീണ്ടും കരങ്ങളിൽ എടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ് അങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ, ജോഷുവയുടെ നേതൃത്വത്തിൽ എവിടെ എത്തും? കാനാൻ നാട്ടിൽ തൻ്റെ മക്കളെ കാലുകുത്തിക്കും. പിന്നീടുള്ള 500 വർഷക്കാലം ദൈവത്തിൻ്റെ ജനം എവിടെയാണ്? വാഗ്ദാനത്തിൻ്റെ നാട്ടിൽ. ആ കാലഘട്ടത്തിലാണ് രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ, അതിൻ്റെ സംഭവങ്ങളൊക്കെ നടക്കുക. സാമുവേലിൻ്റെ പുസ്തകത്തിൽ ആരംഭിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ആരംഭിക്കുന്ന സംഭവങ്ങളൊക്കെ ആ കാലഘട്ടത്തിലാണ് നടക്കുക. അപ്പോൾ അച്ഛൻ ഇത്രയും ചരിത്രം പറഞ്ഞ് നമുക്കൊരു ബോധ്യം ഉണ്ടാകാൻ വേണ്ടിയാണ് എങ്ങനെയാണ് ഈ വചനം എത്തിയത്. ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ചൊരു ഒരു ജേർണി കൃത്യമായിട്ട് ഉണ്ടാകാൻ വേണ്ടിയാണ്. പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പിന്നീടുള്ള 500 വർഷക്കാലത്തെ ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷം വീണ്ടും ജനം എങ്ങോട്ട് പോകും? ബാബിലോൺ പ്രവാസത്തിലേക്ക് പോകുന്നുണ്ട്. യെശയ്യായുടെ പുസ്തകം, എസെക്കിയേലിന്റെ പുസ്തകം, ജെറമിയായുടെ പുസ്തകം, ഇതൊക്കെ ബാബിലോൺ വിലാപങ്ങളുടെ പുസ്തകം, ഇതൊക്കെ ബാബിലോണിൻ്റെ അടിമത്തത്തിലേക്ക് ഈ ദൈവത്തിൻ്റെ മക്കൾ പിന്നെയും അവരെ തന്നെ വിട്ടുകൊടുക്കുക. 1000 വർഷക്കാലത്തെ വീണ്ടും ഒരു അടിമത്തത്തിലേക്ക് ഈ ദൈവത്തിൻ്റെ മക്കൾ പോയി കഴിയുമ്പോൾ പിന്നീട് നമ്മൾ വായിക്കുന്ന മക്കബായയുടെ പുസ്തകത്തിൽ ഈ മക്കബായ വിപ്ലവത്തിലൂടെ വീണ്ടും തൻ്റെ ജനത്തെ, ആമോസിലൂടെ പ്രവാചകന്മാരിലൂടെ ദൈവം തൻ്റെ ജനത്തെ വീണ്ടും വാഗ്ദാനത്തിൻ്റെ നാട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ, അങ്ങനെ എത്തിച്ചു കഴിഞ്ഞൊരു ജനത്തെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പിന്നീട് ആ ജനത്തെ ആക്രമിക്കാൻ വരുന്നത് ഗ്രീക്കുകാർ ഭരിക്കും. അവസാനം ക്രിസ്തുവിൻ്റെ കാലം എത്തുമ്പോൾ ആരാണ് ഭരിക്കുന്നത്? റോമാക്കാർ വരെയുള്ള ഭരണം. അടിമത്തത്തിൻ്റെ ഒരു നാട്ടിൽ, അടിമത്തത്തിൻ്റെ ഒരു അനുഭവത്തിൽ ഈ ദൈവത്തിൻ്റെ ജനമായിരിക്കുമ്പോഴാണ് വാഗ്ദാനത്തിൻ്റെ പുത്രനായ ക്രിസ്തു കന്യകാമറിയാമിൽ നിന്ന് ജനിച്ച് ഈ ജനത്തിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടം. അവിടെയാണ് സുവിശേഷങ്ങൾ എഴുതപ്പെടുക. അവിടെ നിന്നാണ് ക്രിസ്തു തൻ്റെ മക്കളെ കുരിശാകുന്ന രക്ഷയിലൂടെ വീണ്ടെടുപ്പിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കുക. അപ്പം അത് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ചരിത്രം. ഇപ്പം നമുക്ക് പഠിക്കാനുള്ളതും നമുക്കിന്ന് വായിക്കാനുള്ളതും രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 19-ാം അധ്യായം. ഒരു കഥ പോലെ കേട്ടിരിക്കുക. ഹെസക്കിയ എന്ന് പറയുന്ന ഒരു രാജാവ്, ആ രാജാവിൻ്റെ പ്രത്യേകത, ഇസ്രായേൽ ചരിത്രത്തിൽ ദൈവവുമായി അത്രയേറെ ആത്മബന്ധം പുലർത്തിയ ഒരു രാജാവിൻ്റെ പേരാണ് ഹെസക്കിയ എന്ന് പറയുന്ന രാജാവ്. കർത്താവ് പറഞ്ഞതല്ലാതെ മറ്റൊന്നും അനുസരിക്കാത്ത ഒരു രാജാവ്. എന്നാൽ ആ സമയത്ത് ദൈവത്തിനെ എതിർക്കുന്ന രാജാക്കന്മാരും ആ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അവിടെയാണ് ഹെസക്കിയ എന്ന് പറയുന്ന ഒരു രാജാവ് അത്ഭുതകരമായി കർത്താവിൻ്റെ കരത്തിൽ മാത്രം ഇങ്ങനെ വിശ്വസിക്കുന്നത്. അങ്ങനെ ആയിരിക്കുമ്പോൾ ഹെസക്കിയായ്ക്ക് ഒരു കത്ത് ലഭിക്കുകയാണ്. 19-ാം അധ്യായം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ഹെസക്കിയായ്ക്ക് ഒരു കത്ത് ലഭിക്കും. അയൽ രാജാവായ സെന്നാക്കരീബ് എന്ന് പറയുന്ന നബുക്കദ്നേസർ രാജാവിന് പിന്തലമുക്കനായ സെന്നാക്കരീബ് എന്ന് പറയുന്ന ഒരു അസീറിയൻ രാജാവിൻ്റെ
കത്ത് ലഭിക്കും. ഈ അസീറിയക്കാര് ചുറ്റുപാടുമുള്ള എല്ലാ രാജ്യങ്ങളെയും ആക്രമിച്ച് ഇനി ആക്രമിക്കാൻ ഇസ്രായേൽ മാത്രമേ ബാക്കിയുള്ളൂ. ഇസ്രായേലിൻ്റെ രാജാവാണ് ആര് മറന്നു പോകരുത്, ഹെസക്കിയ. ആ നാട്ടിൽ ആ കാലഘട്ടത്തിൽ ഒരാൾ ആക്രമിക്കാൻ വരുവാണെങ്കിൽ മുൻകൂട്ടി കത്ത് കൊടുത്തു വിടും. ഇന്ന ദിവസം ഇന്ന ഇടത്ത് ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കാൻ വരും, അതിനു മുമ്പായിട്ട് കീഴടങ്ങാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ നിന്നെ വെറുതെ വിടും. നമ്മുടെ നാട്ടിലാണ് ഈ പുറകിൽ നിന്ന് കുത്തുന്ന പരിപാടി. നമ്മുടെ നാട്ടിലെ ഉള്ളു ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പുറകിൽ നിന്ന് കുത്തുന്ന പരിപാടി. അന്നത്തെ ഏറ്റവും ദുഷ്ടനായ സെന്നാകരീബ് എന്ന രാജാവ് പോലും അത്രയും മാന്യനായിരുന്നു. പുള്ളി പോലും മുൻകൂട്ടി കത്ത് കൊടുത്തു വിട്ട് ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ആക്രമിക്കാൻ വരുന്നത്. അപ്പം അങ്ങനെ ഈ ഹെസക്കിയായ്ക്കും സെന്നാകരീബിൻ്റെ കത്ത് കിട്ടും. ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെ മുഴുവനും ആക്രമിച്ച അത്രമേൽ പ്രതാപശാലിയായ ആരും തോൽപ്പിക്കാത്ത ഒരു രാജാവാണ് സെന്നാകരീബ്. സ്വാഭാവികമായും അവൻ ആക്രമിക്കാൻ വന്നാൽ ഇസ്രായേൽ തീരും. രാജാവ് സ്വാഭാവികമായിട്ട് എന്തു ചെയ്യണം? രാജാവിന് കൂടെയുള്ള മന്ത്രിമാരെയും പടയാളികളെയും ഒക്കെ വിളിച്ച് ആലോചന നടത്തണം. പക്ഷെ എന്നാ ചെയ്യും ഹെസക്കിയ എന്നറിയാമോ? 2-ാം അധ്യായം 2 രാജാക്കന്മാരുടെ 19-14 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഹെസക്കിയ ഈ കത്ത് വായിച്ചിട്ട് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോയി. എന്നിട്ട് അടുത്ത വചനം പറയുകയാണ്, അവൻ ആ കത്ത് കർത്താവിൻ്റെ ബലിപീഠത്തിന്മേൽ വെച്ചു. എന്നതാ വചനം പറയുന്നേ? ഹെസക്കിയ അവനെ ആക്രമിക്കാൻ വരുന്ന ഒരു രാജാവ്, അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി, അവൻ്റെ തലമുറ ഇല്ലാതാക്കാൻ, അവൻ്റെ സ്വപ്നം ഇല്ലാതാക്കാൻ, അവൻ്റെ രാജ്യം ഇല്ലാതാക്കാനുള്ള ഒരു ദൂതുമായി കടന്നു വന്നൊരു ദൂതൻ്റെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങിയിട്ട് അവൻ ചുറ്റുപാടുമുള്ള തൻ്റെ സഹോദരങ്ങളോട് ആലോചന ചെയ്തില്ല. അവൻ്റെ പടയാളികളോട് പറഞ്ഞില്ല, യുദ്ധത്തിനൊരുങ്ങാൻ പറഞ്ഞില്ല, അവൻ്റെ സന്നാഹങ്ങൾ എത്രയെന്ന് തിരക്കിയില്ല. മറിച്ച് അവൻ എന്തു ചെയ്തു? അവൻ ആ കത്ത് വായിച്ചിട്ട് എവിടേക്ക് പോയി? ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോയി. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾക്ക് ഈ രാത്രി കർത്താവ് കൃത്യമായിട്ടൊരു ബോധ്യം തരട്ടെ. നിന്റെ ജീവിതത്തെ അലട്ടുന്ന പ്രയാസങ്ങൾ വരുമ്പോൾ, അപ്രതീക്ഷിതമായ മരണം സംഭവിക്കുമ്പോൾ, വേദനയുണ്ടാകുമ്പോൾ, പ്രതീക്ഷിക്കാത്ത രോഗാവസ്ഥ വരുമ്പോൾ, കടബാധ്യത ഏറുമ്പോൾ, ജീവിതം വഴിമുട്ടുന്നുവെന്ന് തോന്നുമ്പോൾ, എല്ലാം കൈവിട്ടുവെന്ന് നിനക്ക് ബോധ്യപ്പെടുമ്പോൾ, നീ ചുറ്റുപാടുമുള്ളവരിലേക്ക് തിരിയാതെ നിന്നെ സഹായിക്കുവാൻ ഒരേ ഒരാൾക്ക് മാത്രമേ സാധിക്കുമെന്നൊരു ബോധ്യത്തിൽ നിന്നെ അലട്ടുന്ന പ്രയാസവുമായി, നിന്നെ വേദനിപ്പിക്കുന്ന ദുഃഖവുമായി, നിന്റെ ജീവിതത്തിലെ രോഗമാകട്ടെ, നിന്റെ ജീവിതത്തെ തകർത്ത് കളയുന്ന സഹനങ്ങളാകട്ടെ, കടബാധ്യതയാകട്ടെ, മരണമാകട്ടെ, ഒറ്റപ്പെടലാകട്ടെ, എന്തു തന്നെയാണെങ്കിലും ആ പ്രയാസവും പ്രതിസന്ധിയുമായി നീ എവിടേക്ക് പോകണം? ഉറക്കെ പറ, എവിടേക്ക് പോകണം? കർത്താവിൻ്റെ ആലയത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയണം. ഇന്ന് ക്രിസ്ത്യാനി അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരാജയം എന്നാണെന്നറിയാമോ? അത്ഭുതങ്ങൾ കാണിക്കാൻ മടിയില്ലാത്തൊരു ദൈവം നിലനിൽക്കെ അവൻ്റെ ജീവിതത്തിലെ നിസ്സാരമായ പ്രയാസങ്ങളുമായി അവൻ തേരാപ്പാര കിടന്ന് ഓടും. നമ്മൾ എത്ര പേര് അലട്ടുന്ന പ്രയാസവുമായി കർത്താവിൻ്റെ ആലയത്തിലേക്ക് ചെല്ലാൻ തയ്യാറാകുന്നുണ്ട്? ഈ ഹെസക്കിയ, ഈ പാവപ്പെട്ട മനുഷ്യൻ, അവന് വേണമെങ്കിൽ അവൻ്റെ മന്ത്രിമാരെ വിളിച്ചു കൂട്ടി യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പും എടുക്കാം. എന്നാൽ അത് ചെയ്യാതെ ഈ മനുഷ്യൻ എന്നാ ചെയ്യുമെന്നറിയാമോ? അവനെ അലട്ടുന്ന പ്രയാസം അവൻ എവിടെ വെച്ചു? ദൈവത്തിൻ്റെ ബലിപീഠത്തിൽ വെച്ചു. ഈശോയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, എന്നെയും നിങ്ങളെയും അലട്ടുന്ന പ്രയാസങ്ങളും വേദനകളും സഹനങ്ങളും നൊമ്പരങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഞാനും നിങ്ങളും എവിടെ ഇറക്കി വെക്കണം? കർത്താവിൻ്റെ ആലയത്തിൽ, അവൻ്റെ ബലിപീഠത്തിന്മേൽ. വേറെ എങ്ങും, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ബോധ്യമുണ്ടാകട്ടെ, കർത്താവ് നൽകട്ടെ, നിനക്ക് വേറെ എങ്ങും ആശ്വാസം കിട്ടുകയില്ല. ശാശ്വതമായ ജീവിതത്തിൻ്റെ പരിഹാരവും സമാശ്വാസവും അവൻ്റെ ആലയത്തിൽ, അവൻ്റെ ബലിപീഠത്തിൽ നിന്നല്ലാതെ നിനക്ക് കിട്ടുകയില്ല എന്നൊരു ബോധ്യം എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. എൻ്റെ പ്രയാസം എന്തുമാകട്ടെ, എൻ്റെ വേദന എന്തുമാകട്ടെ, എന്നെ അലട്ടുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധി എന്തുമാകട്ടെ, അതിന് പരിഹാരം എൻ്റെ കർത്താവിൻ്റെ ആലയത്തിൽ, അവൻ്റെ ബലിപീഠത്തിൽ മാത്രം. അതുകൊണ്ടാണ് നമ്മുടെ പാരമ്പര്യത്തിൽ പിതാക്കന്മാർ മുട്ടുകുത്തി കർത്താവിൻ്റെ ആലയത്തിലായിരിക്കാൻ പരിശ്രമിച്ചത്. മറ്റെങ്ങും അവരായിരിക്കാൻ ആഗ്രഹിച്ചില്ല.
ദൈവത്തിൻ്റെ ആലയത്തിൽ, അവൻ്റെ ബലിപീഠത്തിന് ചുവട്ടിൽ എത്രത്തോളം സമയം കണ്ടെത്തി ചെലവഴിക്കാൻ കഴിയുന്നോ അത്രത്തോളം ആശ്വാസം ജീവിതത്തിൽ ലഭിക്കും. എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകൾ ഇപ്രകാരമായിരിക്കണം. ഒന്നാമതായിട്ട് എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന അവിടുത്തെ ആലയത്തിനോട് ചേർന്ന് നിന്ന് വേണം നടത്താൻ. പലപ്പോഴും പലരും പറയാറുള്ള ഒരു കാര്യം, അച്ഛാ ഞാനങ്ങനെ പള്ളിയിലൊന്നും പോകാറില്ല, കാരണം വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ടച്ചാ, പിന്നെ ഞാൻ അതിനകത്ത് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നത്, കുർബാന താല്പര്യമില്ല അച്ഛാ, പ്രാർത്ഥിക്കുന്നുണ്ടച്ചാ, ഞാൻ നന്നായിട്ട് ജീവിക്കുന്നുണ്ട് അല്ലേ. ചില വിശ്വാസങ്ങളിലൊക്കെ ഈ ആലയവും ആലയത്തിൻ്റെ ഘടനയും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എനിക്ക് നിങ്ങൾക്കും ബോധ്യം ഉണ്ടാകട്ടെ പ്രിയമുള്ളവരെ, ഇത് സഭയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരാലയം പണിഞ്ഞതോ ആലയത്തിന് ഘടന ഉണ്ടാക്കിയതോ അല്ല. സ്വർഗത്തിലെ അപ്പൻ കൃത്യമായി തൻ്റെ മക്കൾക്ക് ദൈവത്തെ ആരാധിക്കാൻ, അവനെ ആരാധിക്കാൻ ഒരു ഇടം കണ്ടെത്തി ആ ഇടത്തിന് കൃത്യമായിട്ട് കൊടുത്ത ഘടനയാണ്. അവിടെയാണ് ആ ബലിപീഠത്തിന് ചുവട്ടിലിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് വചനം എന്നെയും നിന്നെയും പഠിപ്പിക്കുക. അങ്ങനെ ഈ ഹെസക്കിയ ദൈവത്തിൻ്റെ ആലയത്തിൽ അവൻ്റെ ബലിപീഠത്തിന് ചുവട്ടിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൻ്റെ പ്രാർത്ഥനയാണ് പിന്നീട് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അസീറിയ രാജാവിനെ കുറിച്ച് ഹെസക്കിയ ദൈവത്തോട് സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. അല്ലയോ യഹോവയായ ദൈവമേ, നിന്റെ ജനത്തെ ആക്രമിക്കാൻ അസീറിയൻ രാജാവ് വിറപൂണ്ട് നിൽക്കുന്നത് നീ കാണുന്നില്ലേ എന്ന് ഹെസക്കിയ ഇങ്ങനെ നോക്കും, ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിക്കും. ആ കത്ത് ഹെസക്കിയ അവൻ്റെ ആലയത്തിൽ വെച്ച് ഉറക്ക വായിക്കും. ആ കത്തിനകത്ത് ഈ സെന്നാകരീബ് എന്ന രാജാവ് എഴുതുന്നുണ്ട്. നമ്മളത് വായിക്കുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളിലാണ്. ആ കത്തിനകത്ത് സെന്നാകരീബ് എന്ന് പറയുന്ന രാജാവ് എഴുതുന്നത്. ആ രാജാവ് ഇങ്ങനെയാണ് എഴുതുക: ഇസ്രായേലെ ദൈവത്തെ ഞാൻ ഇല്ലാതാക്കും, അവൻ്റെ ആലയം ഞാൻ ഉപയോഗശൂന്യമാക്കും, നിന്റെ അരുവികളെല്ലാം ഞാൻ വറ്റിച്ചു കളയും. അങ്ങനെ നിന്റെ ദൈവമായ കർത്താവ് യഥാർത്ഥമായ കർത്താവല്ലെന്ന് നീ അറിയും. അവനെ നീ ഉപേക്ഷിക്കത്തക്ക രീതിയിൽ നിന്റെ ജനത്തെ ഞാൻ പീഡിപ്പിക്കും. ഇങ്ങനെയാണ് സെന്നാകരീബ് കത്തെഴുതുന്നത്. ഈ കത്താണ് ഹെസക്കിയ രാജാവ് ദൈവത്തിൻ്റെ ആലയത്തിലിരുന്ന് പ്രാർത്ഥനയോടെ സമർപ്പിക്കുക. എന്നാ സംഭവിക്കുമെന്നറിയോ പ്രിയമുള്ളവരെ? ആമോസിൻ്റെ മകനായ യെശയ്യായെ യഹോവയായ ദൈവം ഉണർത്തും. ഈ ഹെസക്കിയ രാജാവ് കണ്ണുനീരോടെ വിലാപത്തോടെ ദൈവത്തിൻ്റെ ബലിപീഠത്തിന് ചുവട്ടിലിരുന്ന് കണ്ണുനീരോടെ അവൻ്റെ പ്രയാസത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വചനം പറയുന്നുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 26, 27 കഴിഞ്ഞുള്ള വചനം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ആമോസിൻ്റെ മകനായ യെശയ്യായ്ക്ക് കർത്താവിൻ്റെ ദർശനമുണ്ടാകും. എന്നാ ഇതിനർത്ഥം എന്നറിയാം പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ? ഞാനും നിങ്ങളും സങ്കടത്തോടെ വിലാപത്തോടെ നെടുവീർപ്പെട്ട് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഉത്തരം തരാൻ വേണ്ടി കർത്താവ് മറ്റെവിടെയോ ഒരാളെ എടുത്തുയർത്തി എൻ്റെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഞാനും നിങ്ങളും അറിയാത്തൊരാൾ, ഞാനും നിങ്ങളും ഇന്നോളം പ്രതീക്ഷിക്കാത്തൊരാൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ സങ്കടത്തിന് പരിഹാരമായി, എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയ്ക്കുത്തരമായി കർത്താവ് എടുത്ത് ഉയർത്തുന്നുണ്ട്. എൻ്റെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഞാനും നിങ്ങളും എത്രയോ പ്രാവശ്യം ഈ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് പ്രിയമുള്ളവരെ. തകർന്നു പോയി എന്നും തീർന്നു പോയി എന്നും വിധി എഴുതപ്പെട്ടൊരു കാലത്തിൽ എൻ്റെ നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതകരമായി എടുത്തുയർത്തിയൊരു ദൈവമുണ്ട്. അപ്രതീക്ഷിതമായ ജീവിതത്തിലേക്ക്, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആളുകളെ കൊണ്ടുവന്ന ഒരു കർത്താവുണ്ട്. എൻ്റെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അനേകം പേരെ ആശ്വാസത്തിൻ്റെ ദൂതരെ പോലെ എനിക്ക് നിങ്ങൾക്ക് മുമ്പിലേക്ക് കർത്താവ് അയച്ച അനുഭവങ്ങൾ എത്ര എണ്ണി പറയാൻ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നിട്ടും നിസ്സാരമായ സങ്കടം വരുമ്പോൾ, ക്ലേശം വരുമ്പോൾ ആദ്യത്തെ ചോദ്യം ഞാനും നിങ്ങളും ഉയർത്തുന്നത് ആരോടാണ്? സ്വർഗത്തിലെ ദൈവത്തോട്. എന്നോട് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് തോന്നിയല്ലോ അല്ലേ? പല സമയത്തും പല ആളുകളുമായി സംസാരിക്കുമ്പോൾ, അപ്രതീക്ഷിതമായി മരണം വരുമ്പോൾ, വേദന വരുമ്പോൾ, രോഗം വരുമ്പോൾ ഈ ദൈവത്തിൻ്റെ മക്കൾ ആദ്യം പറയുന്ന കാര്യം, അച്ഛാ എന്നോട് ഇങ്ങനെ ചെയ്യാൻ കർത്താവിന് തോന്നിയല്ലോ, ഇങ്ങനെ എന്നോട് ചെയ്യാൻ തോന്നിയല്ലോ അച്ഛാ. ചുറ്റുമുള്ളവരൊക്കെ പരിഹസിക്കുക അച്ഛാ. പള്ളിയിൽ പോയിട്ട് കുർബാന കണ്ടിട്ട്, കുർബാനയ്ക്ക് വേണ്ടി നിന്നിട്ട്, യാമപ്രാർത്ഥന ചെയ്തിട്ട്, നോമ്പെടുത്തിട്ട് നിന്റെ ജീവിതത്തിൽ ഇത്
സംഭവിച്ചല്ലോ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള എൻ്റെ വെള്ളപ്പാറയിലെ ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾക്ക് ഈ രാത്രി കർത്താവ് ഒരു ബോധ്യം തരുന്നത് ഇങ്ങനെയാണ്: പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിലും സഹനം ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും, വേദനയുണ്ടാകും. പ്രാർത്ഥിക്കാത്തവൻ്റെ ജീവിതത്തിലും സഹനം ഉണ്ടാകും, വേദനയുണ്ടാകും, പ്രയാസം ഉണ്ടാകും. എന്നാൽ എന്നാ വ്യത്യാസം എന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ ഈ സഹനം, ഈ പ്രയാസം, ഈ വേദന, അവൻ്റെ ജീവിതം എന്നാ വ്യത്യാസം അറിയാമോ? ഈശോ കൃത്യമായിട്ടത് പറയുന്നുണ്ട്. അവൻ മണൽപ്പുറത്ത് ഭവനം പണിഞ്ഞവനെ പോലെ അല്ല, മറിച്ച് അവൻ ഭവനം പണിയുന്നത് പാറമേലാണ്. അവൻ ഭവനം പണിയുക. അവൻ്റെ വീട്ടിലും എന്നാ ഉണ്ടാവും? കാറ്റടിക്കും. ഈശോ തന്നെ പറയുക അവൻ്റെ വീട്ടിലേക്കും കാറ്റടിക്കും, പേമാരി കുത്തിയൊലിച്ചു വരും, വെള്ളപ്പൊക്കം അവൻ്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കും. പക്ഷെ കർത്താവ് പറയുക, ആ ഭവനത്തിന് ഒന്നും സംഭവിക്കുകയില്ല, അത് കുലുങ്ങുകയില്ല. കാരണം അത് പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് പാറമേലാണ്. പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ ഈ അടിസ്ഥാനപരമായ ഈ മൂലക്കല്ല്. എൻ്റെ നിങ്ങളുടെയും ഭവനത്തിലും വ്യക്തി ജീവിതത്തിലും കൊടുങ്കാറ്റടിക്കുകയില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല, അടിക്കും. രോഗം വരികയില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല, വരും. കടബാധ്യത ഉണ്ടാകില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല, ഉണ്ടാകും. അപ്രതീക്ഷിതമായ മരണം സംഭവിക്കില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല, സംഭവിക്കും. ഉറ്റവരും ഉടയവരും മാറി നിൽക്കും. കൂടെ കാണുമെന്ന് കരുതിയ പലരും കൂടെ ഇല്ലാത്ത ജീവിതത്തിന് അനുഭവത്തിലൂടെ ഞാനും നിങ്ങൾ കടന്നു പോകും. പക്ഷെ ഒറ്റ കാര്യം, ഈ പേമാരി അടിക്കുമ്പോൾ, ഈ കാറ്റൂതുമ്പോൾ, ഈ കൊടുങ്കാറ്റടിക്കുമ്പോൾ, ഈ വെള്ളപ്പൊക്കം ഏറി വരുമ്പോൾ, ഈ സഹനങ്ങൾ ഏറി വരുമ്പോൾ, ദൈവത്തിൻ്റെ ജനമേ, നീ പ്രാർത്ഥനയാകുന്ന അടിസ്ഥാന കല്ലിന്മേൽ നിന്റെ ഭവനം പണിതതാണെങ്കിൽ നീ ഭയപ്പെടേണ്ട. ആടി ഉലയുകയില്ല. അതാണ് പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വ്യത്യാസം. അപ്പം അങ്ങനെ ഈ സെന്നാക്കരീബിൻ്റെ വേദനിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഈ കത്തുമായിട്ട് ഹെസക്കിയ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാൻ കടന്നതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഇറക്കി വെക്കേണ്ട ഇടം ദൈവത്തിൻ്റെ ആലയത്തിൽ, അവൻ്റെ ബലിപീഠത്തിന് ചുവട്ടിൽ പ്രാർത്ഥനയോടെ ആയിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ രാത്രി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഞാനും നിങ്ങളും ഒന്ന് രണ്ട് പേരെ കൂടി ഒന്ന് പരിചയപ്പെടുന്നത് വളരെ നല്ലതാണ്. തിരുവചനത്തിൽ നിന്ന് തന്നെ ഒന്ന് രണ്ട് പേരെ കൂടി പ്രാർത്ഥനയിൽ ബലപ്പെടുന്ന മനുഷ്യരെ പരിചയപ്പെടുന്നത് നല്ലതാണ്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശുവിൻ്റെ ശിഷ്യന്മാർ വന്ന് യേശുവിനോട് പറയും, യേശു, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിന് കൂടെ ഉണ്ടല്ലേ. അവൻ വെള്ളത്തെ വീഞ്ഞാക്കുമ്പോൾ അവർ കണ്ടു, അവൻ അന്ധന് കാഴ്ച കൊടുത്തപ്പോൾ അവർ കണ്ടു, അവൻ 5 അപ്പത്തെ 5000 പേർക്ക് കൊടുക്കുന്നത് അവൻ കണ്ടു, മരിച്ചവരെ ഉയർപ്പിക്കുന്നത് അവർ കണ്ടു. പക്ഷേ ശിഷ്യന്മാർ യേശുവിനോട് ഈ അത്ഭുതങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു അതൊന്ന് പഠിപ്പിക്കാനാണോ പറയുന്നത്? ആണോ? അല്ല, ശിഷ്യന്മാർ അതല്ല പറയുക. അവർ കുറേ കൂടി ഒരു ദൈവിക ബോധ്യമാണ്, എനിക്ക് അങ്ങനെയാണ് തോന്നുക, കുറേ കൂടി ഒരു ദൈവിക ബോധ്യം അവർക്കുണ്ടായി. ഇവൻ ഈ വെള്ളത്തെ വീഞ്ഞാക്കിയതും, ഇവൻ ഈ രോഗശാന്തി കൊടുത്തതും, ഇവൻ മരിച്ചവരെ ഉയർപ്പിച്ചതും ഒക്കെ ഇവൻ എവിടുന്ന് ഒരു ശക്തി ഉണ്ടായിട്ടാണ്. ആ ശക്തി ഇവർ കണ്ടെത്തിയത് എവിടെയാണെന്നറിയാമോ? ഈ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് യേശു എങ്ങോട്ട് പോകും? മലയുടെ മുകളിലേക്ക് പോകുന്നത് ഇവർ കണ്ടിട്ടുണ്ട്. രാത്രി മുഴുവനും അവൻ അവിടെ പ്രാർത്ഥനയിൽ തൻ്റെ പിതാവിനോട് ചേർന്ന് ഇരിക്കും. അപ്പോൾ അവർക്കൊരു കാര്യം ബോധ്യമായി, അവൻ ഈ ശക്തി ലഭിക്കുന്നത് മുഴുവൻ എവിടെ നിന്നാണ്? അവൻ്റെ പ്രാർത്ഥനയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറയുക, ഈശോ, ഈ രോഗശാന്തി വരാൻ ഞങ്ങൾക്ക് വേണ്ട, മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള കഴിവ് വേണ്ട, അപ്പം വർദ്ധിപ്പിക്കാനുള്ള കഴിവ് വേണ്ട, എന്നാൽ ഇതെല്ലാം ചെയ്യാൻ നിനക്ക് ശക്തി ലഭിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥന ഞങ്ങളെ നീ പഠിപ്പിക്കണം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈശോ അവിടെയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ലൂക്ക 11-ലാണ് നമ്മളത് അങ്ങനെ വായിക്കുക. ലൂക്കോസ് സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായത്തിലാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന കർത്താവ് തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ പ്രാർത്ഥന ഒരു വ്യക്തിയുടെ ജീവിതത്തെ എത്രത്തോളം മാറ്റുമെന്ന്
പെട്ടെന്ന് ഒന്ന് രണ്ട് പേര് നമ്മുടെ ലൈഫിൽ കണ്ടിട്ട് നമ്മൾ ഈ തിരുവചന സന്ധ്യ നമ്മൾ അവസാനിപ്പിക്കും. ഒന്നാമതായിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചനം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനം. നമ്മുടെ ഒരു പാരമ്പര്യത്തിൽ നമ്മുടെ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: എൻ്റെയും നിങ്ങളുടെയും ദൈവത്തെ, നമ്മുടെ സഭാപിതാക്കന്മാരുടെ പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിലെ പ്രാർത്ഥനയിൽ, വ്യാഴാഴ്ചത്തെ പ്രാർത്ഥനയിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്: ഇസ്രായേലിൻ്റെ ദൈവം അവൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും പിന്നെ ആരുടെയാണ്? യാക്കോബിൻ്റെയും ദൈവമാണ്. വ്യാഴാഴ്ചത്തെ പ്രാർത്ഥനയിൽ 3-ാം മണിയുടെ പ്രാർത്ഥനയിലാണ്: അല്ലയോ ഇസ്രായേലിൻ്റെ പരമപരിശുദ്ധനായ ദൈവമേ, നീ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമാണല്ലോ എന്ന് പിതാക്കന്മാർ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ എൻ്റെയും നിങ്ങളുടെയും ഒരു പാരമ്പര്യത്തിലാണ് ഞാൻ നിങ്ങൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുക. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. ചോദ്യം ഇതാണ്: ആരാണ് ഈ അബ്രഹാമിൻ്റെ ദൈവം? അബ്രഹാമിന് മാത്രമായിട്ട് ഒരു ദൈവം ഉണ്ടോ? അബ്രഹാമിന് മാത്രം, എക്സ്ക്ലൂസീവ്ലി ഫോർ എബ്രഹാം, അങ്ങനെ ഒരു ദൈവം ഉണ്ടോ? തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും അങ്ങനെ ഒരു ദൈവമുണ്ട്. അബ്രഹാമിന് മാത്രമായിട്ട് ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ അബ്രഹാം സ്വന്തമാക്കി എടുക്കുന്നതാണ്. അവൻ്റേത് മാത്രമായി അബ്രഹാം സ്വന്തമാക്കി എടുക്കുന്നത് കൊണ്ടാണ് അബ്രഹാമിൻ്റെ ദൈവം എന്ന് ഞാൻ അറിയപ്പെടുമെന്ന് യഹോവയായ ദൈവം വാഗ്ദാനം കൊടുത്തത്. മലാക്കിയുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയും: ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് തലമുറകളിൽ അറിയപ്പെടും. അബ്രഹാം സ്വന്തമാക്കി എടുക്കുന്നതാ. എവിടെ മുതലാണെന്നറിയാം അബ്രഹാം ഈ ദൈവത്തെ സ്വന്തമാക്കി എടുക്കുക? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചനം. ആ വചനം നമ്മളിങ്ങനെയാണ് വായിക്കുക: അബ്രഹാമിനെ യഹോവയായ ദൈവം വിളിക്കുന്ന സംഭവമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനം. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു: നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും വിട്ട് ഞാൻ പറയുന്ന ദേശത്തേക്ക് നീ പോകണം. എന്നിട്ട് അടുത്ത വചനം പറയുകയാണ്: ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാനും ശപിക്കും. എന്നിട്ട് അടുത്ത വചനം പറയുകയാണ്: ഭൂമുഖത്തെ എല്ലാ വംശങ്ങളെയും നിന്നിലൂടെ ഞാൻ അനുഗ്രഹിക്കും. അപ്പം അബ്രഹാമിൻ്റെ കഥ ആരംഭിക്കുക, ചരിത്രം ആരംഭിക്കുന്നത് ഉൽപ്പത്തി 12:1 മുതൽ 4 വരെയുള്ള തിരുവചനത്തിൽ. ഇനി എന്നെ ശ്രദ്ധിച്ച് കേട്ടെ. എന്തുകൊണ്ടാണ് യഹോവയായ ദൈവം അബ്രഹാമിനോട് അബ്രഹാം നിന്റെ ദേശത്തെ പിതൃജനങ്ങളെ ബന്ധുമിത്രാദികളെ വിട്ടിട്ട് ഞാൻ പറയുന്ന ദേശത്തേക്ക് നീ പോകണമെന്ന് അബ്രഹാമിനോട് പറയാനുള്ള റീസൺ എന്താണ്? ആ നാട്ടിൽ തന്നെ നിന്നാൽ പോരായിരുന്നോ? ആ ബന്ധുക്കൾക്കിടയിൽ നിന്ന് സുവിശേഷം പ്രഘോഷിച്ചാൽ പോരായിരുന്നോ? പിന്നെ എന്തിനാണ് അബ്രഹാമിനോട് അങ്ങനെ പോകാൻ പറഞ്ഞത്? ഇപ്പം ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരു 60 വയസ്സ് കഴിഞ്ഞ കുറേ അപ്പച്ചന്മാർ, അങ്കിളുമാരുണ്ടല്ലേ, 60 വയസ്സ് കഴിഞ്ഞവർ. ഒരു 60-65 വയസ്സ് കഴിഞ്ഞ ഒരു അങ്കിളിനോട് അല്ലെങ്കിൽ പ്രായമെത്തിയ ആളോട് ജീവിതത്തിലെ ഒരു കാലഘട്ടം പൂർത്തിയാക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ അവരെവിടെയായിരിക്കാനാണ് നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുക? നിങ്ങൾ എവിടെയായിരിക്കാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുക? അമേരിക്കയിലോ കാനഡയിലോ യൂറോപ്പിലോ പോളണ്ടിലോ ജർമ്മനിയിലോ ഒക്കെ ആണോ? അതോ ഇവിടെ ഈ ലാക്കൂര് ആയിരിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇവിടെ ആയിരിക്കാനല്ലേ? നിങ്ങൾ ജനിച്ചു വളർന്ന, നിങ്ങളുടെ അപ്പനും അമ്മയും അന്തി ഉറങ്ങുന്ന, നിങ്ങളുടെ സഹോദരങ്ങളുള്ള, നിങ്ങളുടെ നാട്ടുകാരുള്ള, നിങ്ങളുടെ വേർപ്പ് വീണ നിങ്ങളുടെ മണ്ണിലായിരിക്കാനാണ് നിങ്ങളായിരിക്കുക. അതുകൊണ്ടാണ് ഈ അപ്പച്ചന്മാരെ അല്ല അങ്കിളുമാരെ മക്കളുമാരൊക്കെ വിദേശത്തേക്ക് വിളിച്ചാലും ഇവരൊന്നും പോകാത്തതിൻ്റെ ഒരു റീസൺ. അമ്മമാർക്ക് അങ്ങനെ ഒരു വിഷയമേ ഇല്ല, എവിടെ വിളിച്ചാലും നമ്മൾ റെഡിയാണ്. ഞാൻ അതിൻ്റെ റീസണോട് പറയാം. ഈ അങ്കിളുമാർ പക്ഷെ അങ്ങനെയല്ല, അങ്ങനെ മക്കളൊന്നും വിളിച്ചാൽ അങ്ങനെ പോകാൻ തയ്യാറാകുകയില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർ ജനിച്ച് വളർന്ന നാട്, അവരുടെ അപ്പനും അമ്മയും അന്തി ഉറങ്ങുന്ന മണ്ണ്, അവരുടെ വേർപ്പ് വീണ ഒരു ഭൂമി, അത് വിട്ടിട്ടും പോവുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവരെ സംബന്ധിച്ച് അമേരിക്കയെക്കാളിലും ജർമ്മനിയെക്കാളിലും സന്തോഷം വൈകുന്നേരം ഒരു കൈലിമുണ്ടൊക്കെ എടുത്ത് പറമ്പത്തും നടന്ന് വീടിൻ്റെ ഉമ്മറത്തൊക്കെ വന്നിരുന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ഇവിടെ പുറത്തേക്കൊക്കെ നടക്കുന്നതാണ്. ഇവിടെയുള്ള ആളുകളോടൊക്കെ ഒന്ന് സുഖവിവരം പറയുന്നതാണ് ഈ അപ്പച്ചന്മാർക്ക്, ഈ അങ്കിളുമാർക്ക് ഏറ്റവും ഇഷ്ടം. യഹോവയായ ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ അബ്രഹാമിനോട് പറയും: അബ്രഹാം, നിന്റെ പിതൃദേശം, നിന്റെ ബന്ധുക്കൾ,
നിന്റെ സ്വന്തക്കാര്, ഇതെല്ലാം നീ ഉപേക്ഷിക്കണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, അല്ലയോ അബ്രഹാം, നിന്റെ കൂടെ കാണുമെന്ന് കരുതുന്ന ഈ സമ്പത്തുണ്ടല്ലോ, നിന്റെ കൂടെ കാണുമെന്ന് കരുതുന്ന ഈ ബന്ധുക്കളുണ്ടല്ലോ, നിന്റെ സ്വന്തമെന്ന് കരുതിയ ഈ നിന്റെ ദേശമുണ്ടല്ലോ, ഇതൊന്നും അബ്രഹാം എൻ്റെ കുഞ്ഞെ നിനക്ക് നന്മയ്ക്കായിട്ട് ഭവിക്കുകയല്ല. മറിച്ച് നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ഞാൻ പറയുന്ന ഇടത്തേക്ക് നീ പോകണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഞാൻ പറയുന്നത് നീ അനുസരിക്കാൻ തയ്യാറായാൽ അബ്രഹാം നീ അനുഗ്രഹിക്കപ്പെടും. When you obey my word, it is my promise that you will be blessed forever. അതാണ് കർത്താവിൻ്റെ വാഗ്ദാനം. When you obey my word, you will be blessed forever. ഞാൻ പറയുന്ന ദേശത്തേക്ക് നീ പോകാൻ തയ്യാറായാൽ. എൻ്റെ പ്രിയപ്പെട്ട അച്ചായന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബോധ്യമുണ്ടാകട്ടെ, നിങ്ങളുടെ സ്വന്തമെന്ന് കരുതിയതൊന്നും നിങ്ങളുടെ സ്വന്തമല്ലാതാകുന്നൊരു സമയമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വന്തമെന്ന് കരുതിയ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമല്ലാതാകുന്ന ഒരു സമയമുണ്ടാകും. അവിടെ കർത്താവിൻ്റെ വാഗ്ദാനം അനുസരിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ അനുഗ്രഹം കണ്ടെത്താൻ സാധിക്കൂ. അതിന് നിങ്ങളെ ബലപ്പെടുത്തുന്ന നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥന. പ്രാർത്ഥിക്കാത്തവന് അനുസരിക്കാൻ പറ്റുകയില്ല. പ്രിയമുള്ളവരെ, അബ്രഹാം അന്ന് മുതൽ യഹോവയ്ക്ക് പിന്നാലെ നടക്കുന്നുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട്, 100 വയസ്സെത്തുമ്പോഴാണ് അബ്രഹാമിന് ആരെ കിട്ടുന്നത്? ഇസഹാക്കിനെ, വാഗ്ദാനത്തിൻ്റെ മകൻ ഇസഹാക്കിനെ പ്രോമിസ് ചെയ്യുന്നത് 60-ാമത്തെ വയസ്സിലാണ്. പ്രിയമുള്ളവരെ, 40 വർഷക്കാലം ഈ മനുഷ്യൻ്റെ പ്രാർത്ഥന മുഴുവനും വാഗ്ദാനത്തിൻ്റെ മകനായ ഇസഹാക്കിനെ കുറിച്ചാണ്. 40 വയസ്സ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അബ്രഹാം ഇങ്ങനെ നടന്നു പോകുമ്പോൾ, കടൽ തീരത്തൂടെ പോകുമ്പോൾ, എൻ്റെ ഒരു ഭാവന കേട്ടോ, എൻ്റെ ഒരു ഇമാജിനേഷനാണ്. അബ്രഹാമിനെ കടൽ തീരത്ത് നടന്നു പോകുമ്പോൾ യഹോവയെ ദൈവം പറഞ്ഞു കാണും, അബ്രഹാം നീ കുനിഞ്ഞ് കടൽ തീരത്ത് നിന്ന് മണ്ണൊന്ന് കോരിയെടുത്തേ. അബ്രഹാം ഒരു കയ്യിലിങ്ങനെ മണ്ണിങ്ങനെ കോരിയെടുക്കുമ്പോൾ യഹോവയെ ദൈവം പറയും, അബ്രഹാം ഈ മണൽത്തരികൾ പോലെ എണ്ണമില്ലാത്ത വിധം എൻ്റെ സന്താനങ്ങൾ ഭൂമി മുഴുവനും നിറയും. അപ്പോഴും അബ്രഹാം പറഞ്ഞു ആമേൻ. ആമേൻ. അതാ അബ്രഹാം പറഞ്ഞ വാക്ക്, ആമേൻ. രാത്രി അബ്രഹാം ആകാശത്തേക്ക് നോക്കി നിലാവുള്ളൊരു യാത്ര ഇങ്ങനെ കിടക്കുമ്പോൾ യഹോവയെ ദൈവം എന്ന് പറഞ്ഞു, അബ്രഹാം ആകാശം നീ കണ്ടോ? അതിൻ്റെ അതിർവരമ്പുകൾ നിനക്ക് നിശ്ചയിക്കാൻ പറ്റുമോ? ഇല്ല കർത്താവേ. എണ്ണമില്ലാത്ത വിധം അതിൽ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങൾ നീ കണ്ടോ? അബ്രഹാം പറഞ്ഞു കണ്ടപ്പാ നീ ഒന്ന് എണ്ണിക്കത്. അബ്രഹാം പറഞ്ഞു, അപ്പം അത് ആർക്ക് എണ്ണി തീർക്കാൻ പറ്റും? അപ്പോഴും യഹോവ പറഞ്ഞു, അബ്രഹാം ഈ എണ്ണമില്ലാത്ത വിധം തിളങ്ങുന്ന നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്താനം ഭൂമി മുഴുവൻ നിറയുന്നത് നീ കാണും. അപ്പോഴും അബ്രഹാം പറഞ്ഞു ആമേൻ. ആമേൻ. പ്രാർത്ഥനയിൽ പിൻബലമുള്ളവന് മാത്രമേ ആമേൻ പ്രതീക്ഷയോടെ പറയാൻ പറ്റൂ. 40 വർഷക്കാലമാ പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ ഇസഹാക്കിന് വേണ്ടി അബ്രഹാം കാത്തിരുന്നത്. ഇനി 19-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത് കുറേ കൂടി നമ്മളെ സങ്കടപ്പെടുത്തും. രാത്രി അബ്രഹാം ഇങ്ങനെ കിടന്നുറങ്ങാൻ പോകുമ്പോൾ യഹോവയായ ദൈവം അബ്രഹാമിനെ വെളിപ്പെടുത്തും. അബ്രഹാം എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പം അബ്രഹാം പറയപ്പാ നീ എന്നെ ആഗ്രഹം ചോദിച്ചാൽ ഞാൻ എന്നാ ഇതുവരെ ചെയ്തു തരാത്തേ? യഹോവയായ ദൈവം പറയും, അബ്രഹാം നീ എനിക്കൊരു ബലി അർപ്പിക്കണം. 20, 21 അധ്യായങ്ങൾ, 19, 20, 21 അധ്യായങ്ങൾ കേട്ടോ. നീ എനിക്കൊരു ബലി അർപ്പിക്കണം. അബ്രഹാം പറയപ്പാ നിനക്ക് എന്നതാ വേണ്ടേ? കുഞ്ഞാടിനെ വേണോ? മുട്ടാടിനെ വേണോ? അല്ല നല്ല ഫലങ്ങൾ അർപ്പിക്കണോ? യഹോവയായ ദൈവം പറയും, അബ്രഹാം എനിക്കതൊന്നും ആവശ്യമില്ല. എനിക്ക് കുഞ്ഞാടിനെ വേണ്ട, മുട്ടാടിനെ വേണ്ട, അതൊന്നും എനിക്ക് ആവശ്യമില്ല. മറിച്ച് നിന്റെ ചങ്കോട് ചേർന്ന് ഉറങ്ങുന്ന വാഗ്ദാനത്തിൻ്റെ മകനുണ്ടല്ലോ, നീ 40 വർഷക്കാലം പ്രാർത്ഥനയോടെ കാത്തിരുന്ന് നിനക്കുണ്ടായൊരു മകനുണ്ടല്ലോ, ഇസഹാക്ക് എന്ന് പറയുന്ന മകൻ, അവനെ പിറ്റേന്ന് രാവിലെ മോറിയാമലയുടെ മുകളിൽ കൊണ്ടുവന്ന് കഴുത്തറത്ത് നീ എനിക്ക് ബലി അർപ്പിക്കണം. ഇവിടെ ഇരിക്കുന്ന അപ്പനമ്മമാരോട്, അപ്പച്ചന്മാരോട്, അമ്മച്ചിമാരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും അല്ലേ? അബ്രഹാമിനോട് പറഞ്ഞു ദൈവം കൊണ്ടുവന്ന് ബലി അർപ്പിക്കാൻ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് രാത്രി യഹോവയായ ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട്, സനുവച്ചനോ റംബാച്ചനോ ഇവിടെ അച്ഛന്മാരോ ആരുമല്ല, യഹോവയായ ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട്
നിങ്ങളോട് പറയുകയാ, നിനക്ക് എന്നെ അത്രമേൽ വിശ്വാസം ഉണ്ടെങ്കിൽ. ദൈവത്തിൽ കൈപൊക്കി. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, അടിയുറച്ച് വിശ്വസിക്കുന്നവർ. അതില്ലാത്തവരും ഉണ്ടോ? ഉണ്ടല്ലേ? ഞാൻ അതില്ലാത്തവരും ഉണ്ടെന്ന് വിചാരിച്ചിന്. അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടല്ലേ? ഇനി ഞാൻ ചോദ്യം സത്യസന്ധമായിട്ട് ഉത്തരം പറയണം കേട്ടോ. അപ്പോൾ ദൈവം രാത്രി വന്നിട്ട് നിന്നെ വിളിച്ചുണർത്തിയിട്ട്, തോമാച്ചായ, സണ്ണിച്ചായ, ഞാൻ വെറുതെ പേര് പറയുന്ന, എനിക്ക് ആരെയും പരിചയമില്ല കേട്ടോ, ഞാൻ വെറുതെ അങ്ങ് പേര് പറയുന്ന, സണ്ണിച്ചായ, തോമാച്ചായ, എണീക്കടാ. അപ്പോൾ എഴുന്നേറ്റു. മുമ്പിൽ നിൽക്കുന്നത് കർത്താവ് ഈശോ മിശിഹ. കർത്താവ് ഈശോ മിശിഹ. അങ്ങനെ അപ്പുറത്തേക്ക് വല്ലതും വേണോ നമുക്ക്? വേണ്ട. കർത്താവ് പറയുക, കൊച്ചേ, എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, എന്നതാ കർത്താവ് ആഗ്രഹം? നീ പറ, എന്നതാ ആഗ്രഹം? നീ എനിക്കൊരു ബലി അർപ്പിക്കണം. എത്ര കുർബാന മേടിക്കണം കർത്താവേ? കുർബാനയൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എനിക്കൊരു ബലി അല്ലാതെ അർപ്പിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും, എന്നതാ അർപ്പിക്കണ്ടേ? തൊട്ടടുത്ത മുറിയിൽ കിടക്കുന്ന നിൻ്റെ മോനുണ്ടല്ലോ, നിൻ്റെ മോളുണ്ടല്ലോ, നിൻ്റെ കൊച്ചുമോളുണ്ടല്ലോ, നീ അവളെ കൊണ്ടുവന്ന് ഈ വെള്ളപ്പാറ പള്ളിയുടെ അൾത്താരയ്ക്ക് മുമ്പിൽ കൊണ്ടുവന്ന് കഴുത്തറത്ത് നീ എനിക്ക് വേണ്ടി ബലി അർപ്പിക്കണം. സത്യസന്ധമായിട്ട് പറയണം, ചങ്കൂറ്റത്തോടെ, ചങ്കുറപ്പോടെ, ഉറച്ച വിശ്വാസത്തോടെ. കർത്താവ് അങ്ങനെ പറഞ്ഞാൽ സ്വന്തം മകനെയും മകളെയും കഴുത്തറത്ത് കൊച്ചുമകനെയും ബലിയർപ്പിക്കാൻ എത്ര പേര് തയ്യാറാകും? നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് അല്ലേ? അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു, കൊച്ചിനെ എടുക്ക്, മോറിയാമലയെ കൊണ്ടുപോവാ, ബലി അർപ്പിക്ക്. അബ്രഹാം അപ്പം തന്നെ എടുത്തു, കൊച്ചിനെയും കൊണ്ടുപോയി. സ്വന്തം ജീവിതത്തിൽ വരുമ്പോൾ കഴുത്തിൽ കത്തി വെക്കുന്നത് പോയിട്ട് കാലിൽ ഒരു മുള്ളു കൊള്ളു നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം 4 മണിക്ക് വരേണ്ട മകൾ ഒരു 5 മണിയായി 6 മണിയായി വരുന്നില്ല. 6:30 ഒരു ഫോൺ കോൾ വന്നു, ഒരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായി, പത്തിൻ്റെ ഗവൺമെൻറ് കോളേജിലോട്ട് വരാൻ പറഞ്ഞാൽ ചങ്കിടിപ്പോടല്ലാതെ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുമോ? ഇല്ല. അവിടെയാണ് 100 വയസ്സെത്തിയ പടുവൃദ്ധനായ ഒരു മനുഷ്യൻ 40 വർഷക്കാലം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന് കിട്ടിയ വാഗ്ദാനത്തിൻ്റെ മകനെ എടുത്തോണ്ട് പിറ്റേന്ന് രാവിലെ എങ്ങോട്ട് പോകുന്നത്? മോറിയാമലയുടെ മുകളിലേക്ക് പോകുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ഈ യാത്രയിൽ ഒന്നും തന്നെ അബ്രഹാം ദൈവത്തോട് അപ്പാ ഇത് മാറ്റാമോ എന്നൊരു വാക്ക് ചോദിക്കുന്നില്ല. പ്രിയമുള്ളവരെ, മോറിയാമലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞ് മകൻ്റെ കൈകാലുകൾ കൂട്ടിക്കെട്ടി ബലിപീഠമുണ്ടാക്കി. ഈ മകനെ ബലിപീഠത്തിൽ കിടത്തുമ്പോൾ ഇസഹാക്കിനൊരു കാര്യം ബോധ്യമാകും, തൻ്റെ അപ്പൻ ദൈവത്തോടൊരു വാഗ്ദാനം പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സത്യമിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ആര് പറഞ്ഞാലും മാറ്റുകയില്ല. ദൈവം പോലും വിചാരിച്ച് കാണും ഇവൻ്റെ മനസ്സിൽ ഒരു ചാഞ്ചല്യം ഉണ്ടാകും. എന്നാൽ ബലിപീഠത്തിൽ തൻ്റെ മകൻ്റെ കൈകാലുകൾ കൂട്ടിക്കെട്ടി തൻ്റെ മകനെ ബലിപീഠത്തിൽ കിടത്തി കത്തിയെടുത്തുയർത്തി തൻ്റെ മകൻ്റെ ശിരസിലേക്ക്, കഴുത്തിലേക്ക് കത്തി ആഴ്ത്തി ഇറക്കാൻ നേരം സ്വർഗത്തിലെ ദൈവം അലറി വിളിച്ചു പറയും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 21-ാം അധ്യായത്തിൽ അലറി വിളിച്ചു പറയും, അബ്രഹാം, കുട്ടിയുടെ മേൽ നീ കയ്യ് വെച്ചു പോയേക്കരുത്. സ്വർഗത്തിലെ ഒരപ്പനെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു അനുസരണം പടുവൃദ്ധനായ 100 വയസ്സെത്തിയ ഒരപ്പച്ചനിൽ സ്വർഗം കണ്ടെത്തി. കുട്ടിയുടെ മേൽ നീ കൈ വെച്ചു പോയേക്കരുത്. അന്ന് സ്വർഗം എഴുതി വെക്കും, ഞാൻ ഇനി മുതൽ അബ്രഹാമിൻ്റെ ദൈവമെന്ന് അറിയപ്പെടും. എന്നതാ റീസൺ അറിയാമോ? 12-ാമത്തെ അധ്യായത്തിൽ തന്നെ വിളിച്ച് രക്ഷയ്ക്ക് കാരണമാക്കിയ ഒരു ദൈവത്തെ ഒരിക്കലും കൈവിടാതെ പ്രാർത്ഥനയിൽ വ്യക്തിബന്ധത്തിൽ കർത്താവിനെ ചേർത്ത് പിടിച്ച ഒരു പടുവൃദ്ധന്റെ വിശ്വാസം. ഇതാണ് പ്രിയമുള്ളവരെ പ്രാർത്ഥന നൽകുന്ന ഒരു ഉറപ്പ്. ആ പ്രാർത്ഥന നൽകുന്ന ഉറപ്പ് എന്നാണെന്നറിയാമോ? അനുസരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് മടി കാണുകയല്ല. കർത്താവ് എന്നതാ പറയുന്ന ലൈഫിൽ അത് അതേപടി അനുസരിക്കാൻ എനിക്ക് നിങ്ങൾക്കും പ്രാർത്ഥിക്കുന്നവന് മടി കാണുകയല്ല. അതിനോട് ആമീൻ എന്ന് മാത്രമേ പറയൂ. അതാണ് പരിശുദ്ധ കന്യകാമറിയവും. അവൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോഴാണ് ആര് വരുന്നത്? ലൂക്കാസ് വിശേഷത്തിൻ്റെ 2-ാം അധ്യായത്തിൽ 1-ാം അധ്യായത്തിൽ ആര് ഇറങ്ങി വരുന്നത്? ദൈവത്തിൻ്റെ മാലാഖ ഗബ്രിയേൽ ദൂതൻ. അവൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോഴാണ് ഇറങ്ങി വരിക. ഇന്നോളം ഭൂമിയിൽ സംഭവിച്ചിട്ടില്ലാത്ത അസംഭവ്യം എന്ന് കരുതുന്ന ഒരു കാര്യം അവളോട് പറയുമ്പോൾ ആമേൻ, ഇതാ കർത്താവിൻ്റെ
കർത്താവിൻ്റെ ദാസി എന്ന് പരിശുദ്ധ അമ്മയ്ക്ക് പറയാൻ കഴിഞ്ഞത്, പരിശുദ്ധ കന്യാമറിയത്തിന് പറയാൻ കഴിഞ്ഞത് അവൾ പ്രാർത്ഥനയിലായിരുന്നത് കൊണ്ടാണ്. പ്രാർത്ഥനയുടെ പിൻബലമുള്ളവന് അനുസരിക്കാൻ മടി കാണുകയല്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ആരാണ് അബ്രഹാമിൻ്റെ ദൈവമെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അതിങ്ങനെ ഡിഫൈൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുക. അബ്രഹാമിൻ്റെ ദൈവം അനുസരിക്കാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ അതിന് പുറകിൽ ഒളിപ്പിച്ചു വെക്കുന്ന ദൈവത്തിൻ്റെ പേരാണ് അബ്രഹാമിൻ്റെ ദൈവം. നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ പ്രാർത്ഥനയിൽ ബലപ്പെടുമ്പോൾ, നീ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണിക്കാൻ മടിയില്ലാത്ത ഒരു ദൈവം ഉണ്ടാവും. ദൈവം ഉണ്ടാവും. ബിലീവ്, ട്രസ്റ്റ് ഹിം, ട്രസ്റ്റ് ഹിം, പ്രേ ടു ഹിം, പ്രേ ടു ഹിം. അവനോട് പ്രാർത്ഥിക്കുക. അവനോട് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് അനുസരിക്കാൻ മടി ഉണ്ടാകുകയില്ല. നീ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ അത്ഭുതം കാണിക്കാൻ സ്വർഗത്തിലെ ഒരു ദൈവത്തിനും ഒരു മടിയും ഉണ്ടാകുകയില്ല. വചനം എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവൻ വാക്കു പറഞ്ഞാൽ മാറാത്തവനും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനുമാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഞാൻ നിസ്സാരമായ ഒരു കാര്യം മാത്രമേ നിങ്ങളോട് ഇന്ന് പറഞ്ഞുള്ളൂ, അല്ലേ? പ്രാർത്ഥന. പ്രാർത്ഥന, പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നവൻ്റെ ജീവിതത്തിൽ അഭിഷേകം നിറയും. അച്ഛനൊരു കാര്യം കൂടി നിങ്ങളോട് പറയാം. നമ്മുടെ കാലഘട്ടത്തിൽ പാപം വർദ്ധിക്കുന്നു, പാപം നിറയുന്നു, പാപം കരകവിഞ്ഞൊഴുകുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യത്തിൽ ഒരു മാറ്റമുണ്ടാകണം. പാപത്തെക്കാൾ വേഗത്തിൽ വ്യാപിക്കുന്ന ഒന്നുണ്ട് പ്രിയമുള്ളവരെ. പാപത്തെക്കാൾ അതിവേഗത്തിൽ വ്യാപിക്കുന്ന ഒന്നുണ്ട്. അതെന്നാന്നറിയാമോ? അഭിഷേകം, അനോയിന്റിങ്. അഭിഷേകം, സ്വർഗത്തിൻ്റെ അഭിഷേകം പാപത്തെക്കാൾ വേഗത്തിൽ വ്യാപിക്കും. അനോയിന്റിങ്. ഈ അഭിഷേകത്തിൽ എനിക്ക് നിങ്ങൾക്ക് നിറയണമെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥന എൻ്റെ നിങ്ങളുടെ കൈമുതലായി ഉണ്ടാകണം, ചഞ്ചലപ്പെട്ടു പോകാതെ. അതുകൊണ്ടാണ് ഈശോ പറയുക, ഭഗ്നാശരാകാതെ സദാസമയം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ, പ്രലോഭനങ്ങളിൽ വീഴാതിരിപ്പാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഈശോ ഇത് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമുണ്ടാകണം. ഈ പ്രാർത്ഥന ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നീ വീണു പോകാതിരിക്കാൻ ഞാനുമായി നീ അടുത്തിരിക്കുക. ദിസ് സോ സിമ്പിൾ, ദിസ് സോ സിമ്പിൾ. നീ വീണു പോകാതിരിക്കാൻ നീ എന്ത് ചെയ്യണം? യു കം ടു മീ. നീ എൻ്റെ അടുത്ത് വാ, എൻ്റെ അടുത്തിരിക്കുക. ഈ അടുത്തിരിക്കലാണ് പ്രിയമുള്ളവരെ പ്രാർത്ഥന. അവിടെ നമുക്ക് ലഭിച്ചില്ലെങ്കിലും, ചോദിച്ചത് ILC എക്സാം, OET എക്സാം, B1 എക്സാം, B2 ജർമ്മൻ, ഇതൊന്നും കിട്ടിയില്ലെന്ന് വരാം. നെവർ നെവർ എവർ ഡിസപ്പോയിൻറ്റഡ്. നിരാശപ്പെടരുത്, നിരാശപ്പെടരുത്. കർത്താവ് കരങ്ങളിൽ എടുത്തിങ്ങനെ കൊണ്ടു നടക്കും. അപ്പോൾ ആ ഒരു ബോധ്യം പ്രാർത്ഥനയുള്ളവൻ്റെ ജീവിതത്തിൽ മാത്രമേ ഉണ്ടാകൂ. ഞാനും നിങ്ങളും സാധു കൊച്ചുകുഞ്ഞുപദേശിയെ പറ്റി കേട്ടിട്ടുണ്ടല്ലേ? ഈ അടുത്ത ദിവസങ്ങളൊക്കെ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ വന്ന ചില വാർത്തകളൊക്കെ നമ്മളിങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റയിലും FBയിലും ഒക്കെ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുകയും കാണുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു പക്ഷേ നിങ്ങൾ കേട്ടുള്ള കാര്യം തന്നെയായിരിക്കും. ഇത്രയേറെ ഈ കാലഘട്ടത്തിൽ ഇത്രയേറെ പ്രാർത്ഥിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ. നമ്മൾ പാടുന്ന പല പാട്ടും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് 2 പെൺമക്കളും ഒരു ആൺകുട്ടിയുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആൺമകൻ മരിച്ച് ഉമ്മറത്ത് ചാണകം മെഴുകിയ തറയിൽ വെള്ള പൊതിപ്പിച്ച് കിടക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ വചനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് മാരാമണ്ണ് ആ അടുത്തുള്ള കടവിൽ, ആറാട്ടുപുഴ കടവിൽ വള്ളം വന്ന് ഇറങ്ങുന്ന ഒരു സമയം അവിടെയുള്ള ആളുകൾ ഓടി വന്ന് ഉപദേശിയോട് പറയും, ഉപദേശി, അങ്ങയുടെ മകൻ മരിച്ചുപോയി. ആകെ ഒരു മോനേ ഉള്ളൂ, ഒറ്റ മോനേ ഉള്ളൂ. ഈ മനുഷ്യൻ രാവിലെ മുതൽ ഇറങ്ങി നടക്കുന്നത് വചനം പറയാൻ വേണ്ടിയാണ്. വചനം പറയാനായി ജീവിതം മാറ്റിവെച്ചൊരു മനുഷ്യനാണ്. കയ്യിൽ ഒരു ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വീടിൻ്റെ ഉമ്മറത്തേക്ക് വരുമ്പോൾ ചാണകം മെഴുകിയ തറയിൽ തൻ്റെ ജീവനായ തൻ്റെ പ്രതീക്ഷയായ തൻ്റെ ഏക മകൻ വെള്ള പുതച്ചു കിടക്കുന്നത് കണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചുറ്റുമുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഈ മനുഷ്യനിലേക്ക് നോക്കും. അടുത്തത് ഈ മനുഷ്യൻ എന്നതാ ചെയ്യാൻ പോകുന്നത്? ഇന്നലെ വരെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തെ, കർത്താവ് ഇല്ലാതെ ഒന്നും, കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി മരണം വന്ന് ആ മനുഷ്യൻ തകർന്നിരിക്കുമ്പോൾ ചുറ്റുമുള്ള ആളുകളൊക്കെ ഈ മനുഷ്യനിലേക്ക് നോക്കിയിരിക്കും. ഇവനിപ്പോൾ എന്നതാ പ്രസംഗിക്കാൻ പോകുന്നത്? ഇവൻ ഇനി എന്നാ പറയും? നിങ്ങൾക്കറിയാം പ്രിയമുള്ളവരെ, ഈ മകൻ്റെ ചേതനയേറ്റ ശരീരം മടിയിലേക്ക് കിടത്തിയിട്ട് ആ മനുഷ്യൻ പാടുന്നൊരു പാട്ടുണ്ട്. ഇന്നും ആശ്വാസത്തിൻ്റെ ഗാനമായി
ഞാനും നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു പാട്ട്. ആ പാട്ടിനെ ഒരു വരി ഇങ്ങനെ വല്ലാതെ ആശ്വസിപ്പിക്കുന്ന ഒരു വരിയാണ്, വല്ലാതെ ആശ്വസിപ്പിക്കുന്ന എവിടെ എവിടെ നമ്മൾ ആ പാട്ട് കേട്ടാലും നമ്മൾ അറിയാതെ ഒരാശ്വാസം നമുക്ക് ലഭിക്കുന്ന ഒരു വരി. തൻ്റെ ചേതനയേറ്റ മകനെ ചങ്കോട് ചേർത്ത് കിടത്തിയിട്ട് ഈ അപ്പൻ ഒരു കയ്യിൽ ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഈ പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ ഏറ്റുപാടുന്നുണ്ട്. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല, എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ, എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. പ്രാർത്ഥനയാണ് ബലപ്പെടുത്തിയത്. ദുഃഖത്തിൻ്റെ പാനപാത്രം അപ്പാ എൻ്റെ കയ്യിൽ തന്നപ്പോൾ ചങ്കോട് ചേർത്ത് പിടിച്ച് നിനക്ക് ഞാൻ ഹല്ലേലൂയ പാടും. വിളക്കുപാറയിൽ ദൈവത്തിൻ്റെ ജനമേ, ഈ രാത്രി കർത്താവ് നിങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ, പ്രാർത്ഥനയിൽ നിങ്ങളെ ബലപ്പെടുത്തട്ടെ, ആത്മാവിൽ നിങ്ങൾക്ക് അഭിഷേകം നൽകട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. തലങ്ങളെ വണങ്ങാം. രാത്രിയുടെ യാമത്തിൽ അടിയങ്ങളെ ഒരുമിച്ച് കൂട്ടിയ പൊന്നു തമ്പുരാനെ, അങ്ങയുടെ വചനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുവാൻ അങ്ങ് ഞങ്ങളെ ഇടയാക്കി. അഭിഷേകത്തിൽ അനുദിന ജീവിതത്തിൽ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തട്ടെ. അപ്പ ചേർത്ത് പിടിച്ച നിമിഷങ്ങൾ, കരുതിയ വഴികൾ, അപ്രതീക്ഷിതമായുണ്ടായ വേദനകൾ, നിരാശകൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ എന്തു തന്നെയാണെങ്കിലും അപ്പ തകർന്നു പോകാതെ, തളർന്നു പോകാതെ മുന്നോട്ട് പോകുവാൻ, പ്രതീക്ഷയിൽ പ്രത്യാശയിൽ ജീവിപ്പാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ നീ എടുത്തുയർത്തി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ ബലപ്പെടാൻ, ആത്മാവിൽ അങ്ങയോട് ചേർന്നിരിക്കാൻ, അഭിഷേകത്തിൽ അങ്ങയുടെ മക്കളായി തീരുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഈ ദേശത്തെ അനുഗ്രഹിച്ചല്ലാതെ അപ്പ നീ കടന്നു പോകരുതേ. ഈ മക്കളുടെ പ്രയത്നങ്ങളെ അങ്ങ് എടുത്തുയർത്തി വാഴ്ത്തണമേ. അമ്മ മറിയത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അഭിഷേകത്തിൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. ഈ ദേശത്തിനൊക്കെയും അനുഗ്രഹമായി ഇനിയും അനേകരിലേക്ക് ദൈവത്തിൻ്റെ വചനം എത്തിക്കാൻ ഈ ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന് ഇടയാകട്ടെ. ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഞാൻ ഹൃദയം നിറഞ്ഞ അഭിനന്ദനവും ആശംസകളും ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ യുവജന സുഹൃത്തുക്കൾക്ക് നൽകുന്നു. നിങ്ങളെടുക്കുന്ന ഒരു വലിയ ഇനിഷ്യേറ്റീവാണ് പ്രിയമുള്ള യുവജന സുഹൃത്തുക്കളെ. ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടി പറയാം. കർത്താവിന് വേണ്ടി നിങ്ങളെടുക്കുന്ന ചെറിയ ഒരു പ്രയത്നം, അതിനെ കർത്താവ് കാണാതെ പോവുകയില്ല. നിങ്ങളെടുത്ത ഒരു ചെറിയ പ്രയത്നത്തെ പോലും കർത്താവ് കാണാതെ പോവുകയില്ല. 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തലമുറയിൽ ഒരു യുവജനങ്ങൾ തുടങ്ങി വെച്ച ഒരു വലിയ പ്രയത്നമാണ് ഇന്ന് ഇത്രത്തോളം വളർന്നു നിൽക്കുമ്പോൾ ഇപ്പോഴുള്ള ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിലെ എൻ്റെ യുവജനങ്ങൾ അത് ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രഘോഷണത്തിന് കാരണമാകുന്നത് വലിയ മാതൃകയാണ്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ പ്രയത്നങ്ങളെ 30ഉം 60ഉം മേനിയായിട്ട് അവൻ വളർത്തട്ടെ. ദേശത്തിന് മുഴുവൻ അനുഗ്രഹമായി തീരട്ടെ. പ്രത്യേകിച്ച് പ്രവാസികളായ നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ കുർബാനയിലും നോമ്പിലെ പ്രാർത്ഥനകളിലുമൊക്കെ പ്രവാസികളായ നമ്മുടെ സഹോദരങ്ങളെ കൂടി ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ, അവരുടെ നിരാശയിലായിരിക്കുന്നവർ, പേടിയിലായിരിക്കുന്നവർ, ജീവിതത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് കഷ്ടപ്പെടുന്ന മനുഷ്യരാണ്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ആ പാവപ്പെട്ട മക്കളെ ചങ്കോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥനയിൽ ബലപ്പെടുത്താൻ എനിക്ക് നിങ്ങൾക്ക് ഇടയാകണം. അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. കർത്താവിന് അത്ഭുതകരമായ കരം നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ നിറയാൻ, അവരുടെ ജീവിതത്തിൻ്റെ ആ സങ്കടത്തിലും പ്രയാസത്തിലും ആയിരിക്കുമ്പോൾ ആ മക്കളെ കൂടി ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ നിങ്ങൾക്കിടയാകട്ടെ.